കുഞ്ഞു പെൺകുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്ന 9ാം ക്ലാസ്സുകാരി ഫാത്തിമ മുബഷിറയെ. ഫാത്തിമയുടേത് തൂങ്ങിയ മരണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീട്ടുകാർ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിനുള്ള മനോവിഷമത്തിൽ പെൺകുട്ടി ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നമ്മളിപ്പോ കണ്ട ഈ ഒരു വാർത്ത ഇത് ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വാർത്തയല്ല, മറിച്ച് ഇതിനു മുമ്പും ഇതുപോലെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരു പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഉള്ള സംഭവങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കിടയിലെ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗമാണ് ഇതിനൊക്കെ വലിയ ഒരു കാരണമായി മാറുന്നത്. ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ തന്നെ പറയാം, നമ്മളൊക്കെ തന്നെയാണ് ഈ കുട്ടികളെ ഈ ഒരു മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആക്കി മാറ്റുന്നത്. ഇന്ന് ചെറിയൊരു കുട്ടി അവൻ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചാൽ അവനാദ്യം അവൻ്റെ മാതാപിതാക്കൾ ആദ്യം കൊടുക്കുന്നത് മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് അവൻ പിന്നീട് ഭക്ഷണം കഴിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവന് ഈ കാർട്ടൂണൊക്കെ മാറ്റി പല റീലുകൾ, പലരും യൂട്യൂബൊക്കെ വളരെ വേഗമായിരിക്കും കുട്ടികൾ പിന്നെ പെട്ടെന്ന് പഠിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ യൂട്യൂബ് എടുക്കുക. ചിലപ്പോൾ അവർക്ക് ടൈപ്പ് ചെയ്യാനോ എഴുതാനോ അറിയത്തില്ലെങ്കിൽ പോലും അവർ എന്തെങ്കിലും പറയും, ഉടനെ അത് വരും. അത് തന്നെ സ്ക്രോൾ ചെയ്ത് ഓരോന്ന് കാണും. പിന്നീട് ഓരോ റീലുകൾ കാണും. ഇപ്പോഴത്തെ റീലുകൾ പോലും എന്താ പറയുക, പല അസഭ്യവും അതുപോലെ തന്നെ കാണാൻ കൊള്ളില്ലാത്ത കുട്ടികളും അതും കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ മൊബൈൽ ഫോണിന് അഡിക്റ്റാക്കി മാറ്റുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പം ഇതുപോലെ ഇപ്പോൾ ഒരു കുട്ടിക്ക് സംഭവിച്ച ഇതുപോലെ ഇതിനു മുമ്പൊക്കെ ഒരുപാട് പേര് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കിടയിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു ഉപയോഗം നമുക്കറിയാം. ഇപ്പോൾ സൈബർ ഒരു യുഗമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇത് കൂടിയേ പറ്റൂ, പഠനത്തിനായാലും മറ്റാവശ്യങ്ങൾക്കായാലും. ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലത്താണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഫോണുകൾ കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ കോവിഡൊക്കെ കഴിഞ്ഞ് മാസങ്ങൾ വർഷങ്ങളും ഒക്കെ പിന്നിട്ട് നമ്മളിങ്ങനെ എത്തുമ്പോഴും നമ്മുടെ കുട്ടികൾ ആ മൊബൈൽ ഫോണിൻ്റെ ഇതുവരെ മോചിതരായിട്ടില്ല. അവർ തിരയുന്നത് പിന്നീട് റീലുകൾ, പിന്നീട് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മറ്റ് സൈബർ ഇടങ്ങളിലേക്ക് അവരുടെ കണ്ണുകൾ ഓടുന്നു. പിന്നീട് അവിടെ അവർ വളരെ വേഗം എന്താ പറയുക, അറിയപ്പെടാൻ വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നീട് ഇതിൻ്റെ ഒരു അഡിക്റ്റായി മാറുകയാണ് ഇവരൊക്കെ. അതായത് സൈബർ ഇടങ്ങളിൽ നിന്ന് ഒരല്പം മാറി നിൽക്കാൻ കഴിയുന്നില്ല, ആ ഒരു അവസ്ഥ വരുന്നു. അല്ലെങ്കിൽ വീട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഇതുപോലെ ഫോൺ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വാങ്ങി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, സൈബർ ഇടങ്ങളിൽ ഇവർക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുമ്പോൾ ഇതുപോലെയുള്ള അപകടങ്ങളിലേക്ക് സ്വയം എടുത്തു ചാടുകയാണ്.